പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് നക്ഷത്രജാതകരെ ഒന്ന് പരിചയപ്പെടാം. ഇവരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഇനി ജീവിതത്തിൽ കുറച്ചു കാലം ഈ നക്ഷത്രജാതകർ ദുഃഖിക്കേണ്ടി വരില്ല. ഇവർക്ക് വരാനിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ സുവർണകാലം എന്ന് വേണം പറയാൻ. ഇവർ ഉറച്ചു വിശ്വസിക്കുന്ന ഇവരുടെ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഈ നക്ഷത്രജാതകർക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആരൊക്കെയാണ് ഈ നക്ഷത്രജാതകരെന്നും ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിലൂടെ അറിയുന്നതിന് മുൻപ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഭരണി നക്ഷത്രജാതകരെക്കുറിച്ച്. ഭരണി നക്ഷത്രജാതകർക്ക് ബന്ധുക്കളിൽ നിന്നും സഹോദര തുല്യരിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. എല്ലാ മേഖലകളിലും മികച്ച മുന്നേറ്റം നടത്താൻ ഇവർക്ക് സാധിക്കും. വിവരസാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. വിദേശയാത്രയ്ക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും. അറിയാതെ ചെയ്ത പല തെറ്റുകൾക്കും പ്രായശ്ചിത്തം ചെയ്യുന്നത് വഴി മനസ്സിലെ ഭാരം ഇറക്കി വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പല പ്രതിസന്ധികളും അതിജീവിക്കാനും ഈ കാലഘട്ടത്തിൽ സാധിക്കും. കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് പഠന വൈകല്യങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. പ്രതികൂലമായ ചുറ്റുപാടുകളും പ്രക്ഷുബ്ധമായ കുടുംബജീവിതവും പ്രയാസം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. പൊതുരംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ സാധിക്കും. മേലുദ്യോഗ പദവിക്കുള്ള നിയമതടസ്സം മാറ്റിയെടുക്കും. മറ്റുള്ളവരുടെ കടബാധ്യത തലയിലാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. നിയമയുദ്ധത്തിന് സഹായം ലഭിക്കും. പാർട്ട്ണർഷിപ്പിൽ മാറ്റം പ്രതീക്ഷിക്കാം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമ്മിശ്ര ഫലങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് അർദ്ധനാരീശ്വരന് നെയ്വിളക്ക്, കുവളമാല, പാർവതീദേവിക്ക് പട്ട്, താലി എന്നിവ സമർപ്പിക്കുക. ശ്രീരാമന് തുളസിമാല, നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കാനും ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്രജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം, വരും ദിവസങ്ങളിൽ സന്തോഷം നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് ഇവർ ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒന്നിനോടും താല്പര്യം ഇല്ലായ്മയില്ലാതിരുന്ന ഈ വ്യക്തികൾക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. എടുത്തു പറയേണ്ടത്, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് നല്ല താല്പര്യം ഉണ്ടാകാനും ഇവർ വലിയ മുന്നേറ്റം നടത്താനും സാധ്യത കൂടുതലാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കർമ്മ മേഖലകളിൽ ചെറിയ നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള പെരുമാറ്റം കുടുംബത്തിൽ സന്തോഷത്തിനും ഐക്യത്തിനും കാരണമാകും. ബന്ധുക്കളുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സാഹചര്യത്തിൽ നിന്നും കരകയറും. വിവാഹ വിഷയത്തിൽ അനുകൂല തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കലാരംഗത്ത് കഴിവ് തെളിയിക്കാൻ മികച്ച സമയമാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. നയപരമായ നീക്കങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാനും സാധിക്കും. അന്യദേശത്ത് ഭൂമി ഇടപാട് നടത്തുന്നവർക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ കാണുന്നുണ്ട്. വ്യാപാര വ്യവസായിക മേഖലയിൽ അടുക്കും ചിട്ടയും വരുത്തും. പ്രണയവിവാഹ യോഗം ഉണ്ട്. സ്ഥാനക്കയറ്റത്തിൽ വിവാദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. സന്താന ഭാഗ്യവും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, അന്യദേശത്ത് നിന്നൊരു ശുഭവാർത്ത വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. സന്താനത്തിന് സാങ്കേതിക മേഖലയിൽ തൊഴിൽ സാധ്യതകളും കാണുന്നുണ്ട്. ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭദ്രകളിക്ക് രക്തപുഷ്പാർച്ചന, കടുംപായസം, സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മാഭിഷേകം, ശ്രീകൃഷ്ണന് തുളസിമാല, പാൽപായസം, അഷ്ടലക്ഷ്മി യന്ത്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നതും ഗുണം ചെയ്യും.
ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മമേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം ഉണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനാകും. അതിരുകടന്ന ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് കാരണമായേക്കാം. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് വഴി വലിയൊരു ആപത്ത് തലയിൽ നിന്നും ഒഴിവാകും. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് ഉന്നതി ഉണ്ടാകും. വായ്പ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശവും ലഭിക്കും. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം. കലാരംഗത്ത് സഹകരണം വർദ്ധിക്കും. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. പൊതുരംഗത്തെ എതിർപ്പുകൾ മറികടക്കും. അംഗീകാരത്തിന് സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. കായിക രംഗത്ത് മുന്നേറാൻ അവസരങ്ങളുണ്ട്. ഉപരിപഠനത്തിന് വാശി കൂടുന്ന സാഹചര്യം കൂടി കാണുന്നു. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ജലധാര, കുവളമാല, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, വേട്ടയ്ക്കൊരു മകന് അർച്ചന, ഹാരം, വിദ്യാർത്ഥികൾ സരസ്വതി യന്ത്രം ധരിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാലാർച്ചന നടത്തുന്നതും ഇവർക്ക് ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പരപ്രേരണയാലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്നും തന്ത്രപൂർവം തടിയൂരുന്നത് വഴി പോലീസ് കേസുകളിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. ചില ശിക്ഷാ നടപടികളിൽ ഇളവ് ലഭിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ എണ്ണം ഈ സമയത്ത് പൊതുവെ കുറവായിരിക്കും. നാഡീരോഗങ്ങൾ മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. മാതാപിതാക്കൾക്ക് സന്താനങ്ങളിൽ നിന്നുള്ള പിന്തുണ ഏറെ ആശ്വാസം നൽകുന്ന സമയം കൂടിയാണ്. ഉദ്യോഗം ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങുവാനുള്ള തീരുമാനം ഈ കാലഘട്ടത്തിൽ നീട്ടിവെക്കുന്നതാണ് ഉചിതം. തുടർന്നു വരുന്ന തൊഴിൽ രംഗത്ത് ഉന്നതി പ്രതീക്ഷിക്കാം. പ്രവർത്തന മേഖലയിൽ വിശേഷ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പ്രമാണം തിരിച്ചെടുക്കും. കായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാനാകും. വാഹനം മുഖേന ആദായത്തിന് സാധ്യതകൾ കൂടുതലാണ്. സന്താനത്തിന് ദൂരദേശത്തു നിന്നും മേന്മയുള്ള വിവാഹബന്ധം, ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിത ധനാഗമം, പുത്തൻ ഗൃഹം സ്വന്തമാക്കാൻ അവസരം എന്നിവ ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഹനുമാൻ സ്വാമിക്ക് വടമാല, അർച്ചന, ശങ്കരനാരായണന് നെയ്വിളക്ക്, ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം, ദേഹരക്ഷയ്ക്കായിട്ട് ദുർഗാ യന്ത്രം ധരിക്കുന്നതും ഗുണം ചെയ്യും. ഇനി നോക്കാം പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഗുരുതുല്യവരായവരുടെ ആശീർവാദത്തോടെ തുടങ്ങുന്ന പല പദ്ധതികളും വിജയസാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഉത്തരവാദിത്വത്തോടെ പ്രവർത്തന മേഖലയിൽ ശോഭിക്കുന്നതിന് ഒരുപാട് സാഹചര്യങ്ങളും ഇവരെ കാത്തിരിക്കുന്നു. ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടാനും ഈ സൗഹൃദം ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപകരിക്കാനും അവസരങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉള്ളൊരു നക്ഷത്ര ജാതകർ കൂടിയാണ് ഇവർ. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുകയും അത് വിജയത്തിലേക്ക് എത്തിച്ചേരാനും സാധ്യതകൾ കൂടുതലാണ്. കരാർ പണികളിൽ നിന്നും നല്ല രീതിയിൽ ഒരു ലാഭം കൈവരിക്കാനും സാധിക്കും. ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്നതിനും നല്ല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുയോജ്യമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് കാലം അനുകൂലമായിട്ട് വരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരത്തിന് അർഹതയുണ്ട്. വിവാഹ കാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുകയും ചെയ്യും. പുനർവിവാഹത്തിനും സാധ്യതകൾ ഈ സമയത്ത് കൂടുതലാണ്. അതുപോലെ എടുത്തു പറയേണ്ടത് മാസ അവസാനത്തിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നിലവിലെ ഭാഗ്യം അതുമൂലം ലഭിക്കുന്ന ധനം കുറച്ച് അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾക്കും സാധ്യതകൾ കൂടുതലാണ്. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കണം. ചിലവുകളൊക്കെ പൊതുവെ കുറഞ്ഞു വരും.
കൃഷിയിൽ നിന്നും നേട്ടം, വളർത്തുമൃഗങ്ങൾക്കുള്ള രോഗം അത് ശമിച്ചു തുടങ്ങുന്ന സമയം കൂടിയാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പക്കാവിൽ